ഗൈസ് ഇവിടെ അമ്മ ടാങ്കൊക്കെ പിടിച്ച് മറിക്കുന്നത്. എന്റെ മുണ്ട് എന്റെ മുണ്ട് പോയി. ഞാൻ തുണിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. തുണിയൊക്കെ എടുത്ത് രണ്ടെണ്ണേ ഉള്ളൂ, 2 പുറത്തുള്ളൂ. അപ്പോൾ അത് നനച്ചിടണം ആദ്യം. അപ്പോൾ വെയിലുണ്ട്, ഇന്ന് മഴയില്ല. പിന്നെ ഇത് നമ്മൾ വെളിയിലേക്ക് തുണി കഴുകാനും പുറത്തെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഗൈസ്. ഇതിന് അടപ്പൊന്നുമില്ല, അടപ്പൊക്കെ പോയി. അപ്പോൾ ഇതാണ് കല്ല്. ഇത് സോപ്പ് മൊത്തം പോയി കേട്ടോ, ഇത് കൊള്ളത്തില്ല. അമ്മേ വേറെ സോപ്പുണ്ടോ അമ്മേ? നമ്മൾ അകിലും അതിൻ്റെയൊക്കെ താഴെ വിറവ് പറക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ റബ്ബർ മുറിച്ച് അത് വിറവ് പറക്കുവാണ്. അത് നമ്മുടെ ചിന്നു ഗൈസ് സോപ്പ് കിട്ടിയിട്ടുണ്ട്. പുതിയ സോപ്പാണ്, വിന്നും എന്തോ ലോക്കൽ സോപ്പാണ്. സോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അലക്കാം ഗൈസ്. നമുക്ക് ഈ ടാങ്ക് ഫുള്ള് വൃത്തിയാക്കണം ഗൈസ്. ഈ ടാങ്ക് ഇതിൽ ഫുള്ള് അഴുക്കാണ്. നമുക്ക് പക്ഷേ വെള്ളം എപ്പോഴും വരണമെന്നില്ല പൈപ്പിൽ. അതുകൊണ്ട് നമ്മൾ ഉള്ള വെള്ളം കളയാതിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ഇത് മാറിയതിന് ശേഷം നമ്മൾ ഈ ടാങ്ക് വൃത്തിയാക്കണം. ഫുള്ള് അഴുക്കായി കിടക്കും. ഗൈസ് ഇവിടെ അമ്മ ടാങ്കൊക്കെ പിടിച്ച് മറിക്കുന്നത്. അത് കിഴിഞ്ഞേക്കേട്ടാ അതില് പറഞ്ഞേ. ഞാൻ മുമ്പ് വെറുതെ പറഞ്ഞോളൂ ഗൈസ്, ഇത് കഴുകാതെ വൃത്തിയാണ്. ഇത് കണ്ടു, ഇതിപ്പോ അമ്മ ഇവിടെ ചൂലും കണ്ടു വെച്ചിട്ട് കഴുകി മൊത്തം നാശമാക്കിയതാ. ഇതിനെന്തോ ഓട്ടം കണ്ടുണ്ട് ഗൈസ്, കിഴുത്തം കണ്ടു കണ്ടിട്ടുണ്ട്. അല്ല അത് അങ്ങനെ തന്നെ വെക്ക്. എന്നിട്ട് അതിനകത്ത് ഇറങ്ങി കോരിക്കളഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ കോരിക്കളയാം, എന്നിട്ട് പിന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. അത് ഞാൻ കോരാം. മാറ് കയ്യെത്തില്ല. വെള്ളം കുടിക്കാൻ ഞാൻ മുമ്പ് വെറുതെ പറഞ്ഞതേ ഉള്ളൂ ടാങ്കിന്റെ കാര്യം. കഴുകി ഈ വെള്ളം ഒന്ന് കോരിക്കളയാം. ഗൈസ് അങ്ങനെ നമ്മുടെ ടാങ്ക് വൃത്തിയാക്കൽ പരിപാടി കഴിഞ്ഞു ഗൈസ്. പിന്നെ ഇത്ര ഈ ഒരു രീതിയിലായി. ഇതൊന്നും തേച്ചിട്ട് പോകുന്നില്ല ഗൈസ്, എന്തോ പാടാണ്. ഇത് മൊത്തം എനിക്കൊന്ന് ആ പച്ച കളർ അതിൽ പിടിച്ചെന്ന് തോന്നുന്നു. ഇതങ്ങനെ വല്ലപ്പോഴും ഒക്കെ വൃത്തിയാക്കത്തുള്ളൂ ഗൈസ്. എൻ്റെ തുണിയെല്ലാം ഉണങ്ങി ഗൈസ്. ഞാൻ തുണിയൊക്കെ കൈ വിരിച്ചിട്ടേക്കുമായിരുന്നു ഗൈസ്. തുണിയൊക്കെ ഉണങ്ങി. ഇന്ന് വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ട് എൻ്റെ തുണി. ഇതും ഈ 2 തുണിയും ഞാൻ കഴുകിയതാണ് ഗൈസ്. ഈ 2 തുണി, ബാക്കിയൊക്കെ അമ്മ കഴുകി. ഇവര് വിറക് വർക്ക് എങ്ങാണ്ടൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ ഗൈസ്, വിറക് ഇതുണ്ടോ അപ്പുറത്ത്. റബ്ബർ മുറിച്ചത് കൊണ്ട് ഇവിടെ മൊത്തം വിറക് വർക്കായിരുന്നു. ഇവനെ അടിച്ച് നനച്ച് കുളിപ്പിച്ചെടുക്കണം. ഇവിടെ കോലം കണ്ട് ഇത് കണ്ട് കൈ, ഇത് മൊത്തം ചള്ളയായിരുന്നു. ഇത് നോക്ക് ഗൈസ്, ഇവനെ അടിച്ച് നനച്ച് കുളിപ്പിച്ച് ഇവനെ എടുക്കണം. ഇതോടോ പൈപ്പിൽ വെള്ളമില്ലല്ലേ? ഇന്ന് പൈപ്പിൽ വെള്ളമില്ല. ഗൈസ് മഴ ആയതുകൊണ്ട് അവർ വെള്ളം ഓഫാക്കി. അല്ലെങ്കിൽ ഇവൻ്റെ മേത്ത് അടിച്ച് നല്ലപോലെ നനച്ച് കുളിപ്പിക്കായിരുന്നു. ഗൈസ് നമുക്ക് ചക്ക എടുക്കാൻ പോകും ഗൈസ്. ചക്ക കണ്ടോ ഗൈസ്, ഈ മരമൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കാറ്റാണ് ഗൈസ് ഇവിടെ.
ഇതുണ്ട് അവിടെ ഹിറ്റാച്ചി വന്നു. റോഡ് നമ്മുടെ മേളിൽ ഇവിടാണ്. ഇതിലേക്കൂടെ അപ്പുറത്തോടെ ഇങ്ങനെ വന്നതാണ് ഹിറ്റാച്ചി ഇവിടെ. ഇത് അത് റോഡാണ്. അതുവഴിയാണ് റോഡ് ഇങ്ങനെ പറ്റി ഇറങ്ങി ഇവിടെ വന്നു. എവിടെ ചക്ക വെച്ചേക്കുന്നു? ദേ ഇരിക്കുന്നു ഗൈസ് ചക്ക. ഇവരിവിടാണ് ഗൈസ് വേറെ പറക്കാൻ ഇറങ്ങിയത് മൊത്തം. ഞങ്ങളുടെ അച്ഛൻ ഇപ്പോഴും അവിടെ പറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് അരക്കു വീഴൂ. തിരിച്ചു പിടിക്കാം. പോരെ ആരിവന്നെ ചക്കയും തൂക്കിക്കൊണ്ട് പോകും. ഇവിടെ എല്ലാം തെന്നലാണ്, അതാണ് ഒരു സീൻ. ഇത് ഞങ്ങളുടെ വെളിച്ചന്റെ വീടാണ്. ശരി ഇന്ന് ചക്കയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ. എന്റെ മുണ്ട് പോയി. ചക്കയും കൊണ്ടുപോകും. കണ്ടോ ഞങ്ങളുടെ ഇവിടെ മൊത്തം പച്ചപ്പാണ് ഗീസ്. അതാണ് ഒന്നാമത്തെ എടുക്കുന്നത്. ഒരു വരിയിൽ കൂടെ കയറി ഗൈസ്. അങ്ങനെ വൈകുന്നേരം 5 മണിയായി ഗൈസ്. വാങ്ങുകളിലും ഒരു മഴയൊക്കെ തകർത്ത് കഴിഞ്ഞതേ ഉള്ളൂ ഗൈസ്. അപ്പോൾ സൺഡേക്ക് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ചെറിയ ചെറിയ ഓരോ പരിപാടികളൊക്കെയുള്ളൂ. ചായ കുടിക്കുകയാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം ഗൈസ്. ബൈ.